വാസ്തുഷ്പതി സൂക്തത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. വാസ്തു സൂക്തത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ ഋഷി, മൂന്നാമത്തെ മന്ത്രത്തിൻ്റെ ഋഷി ബ്രഹ്മയാണ്. വിരാട് ബൃഹതി ഛന്ദസ്സാണ്. വാസ്തുഷ്പതി ശാലാച ദേവത. നേരത്തെ പറഞ്ഞാൽ വലിയ വ്യത്യാസമില്ലാത്ത ഒന്ന്. ഞാൻ ഈ മന്ത്രം ചൊല്ലാം. ഓം ധരുണ്യസീശാലേ ബൃഹച്ഛന്ദാ പൂതിധാന്യ ആത്വാവത്സോഗമേദ കുമാര ആധേനവ സായമാസ്പന്ദമാനാ. ഒന്നുകൂടി പറയാം. ഓം ധരുണ്യസി ശാലേ ബൃഹച്ഛന്ദാ പൂതിധാന്യ ആത്വാവത്സോഗമേദ കുമാര ആധേനവ സായമാസ്പന്ദമാനാ. ഒന്നുകൂടി. ഓം ധരുണ്യസീശാലേ ബൃഹച്ഛന്ദാ പൂതിധാന്യ ആത്വാവത്സോഗമേദ കുമാര ആധേനവ സായമാസ്പന്ദമാനാ. ഇത് ഈ വാസ്തു സൂക്തത്തിലെ മൂന്നാമത്തെ മന്ത്രമാണ്. അപ്പോൾ ഈ വാസ്തുഷ്പതി സൂക്തം മലയാളത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. നമുക്ക് വളരെ സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഇത്രയധികം മന്ത്രങ്ങൾ നമ്മളിപ്പോൾ പദം മുറിച്ച അർത്ഥത്തോടു കൂടി ഏതെങ്കിലും ഒരു മലയാളം യൂട്യൂബ് ചാനലിലില്ല. അപ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കേണ്ട ബാധ്യത നമുക്കൊരു വേദപ്രചാരം എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ട്. ഈ അർത്ഥം എഴുതിയെടുക്കുകയും പഠിക്കുകയും ചെയ്യുന്നതോടൊപ്പം നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളിത് ലൈക്ക് ചെയ്യണം, നിങ്ങളിതിൽ കമൻ്റ് ഇടണം. എന്നിട്ട് നിങ്ങളത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വേണം. അതൊരു വീടിനെ കുറിച്ചുള്ള സങ്കല്പമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ മന്ത്രം ഞാൻ 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞു. ഇതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. വീണ്ടും ഇവിടെ ശാലേ, അല്ലയോ ശാലേ, നീ ധരുണീ അസി, ധരുണീ അസി, ധരുണീ അസി, വിശാലമായ വാസസ്ഥലത്തെ ഉൾക്കൊള്ളുന്നവളാകുന്നു. ഈ വീട് വിശാലമായ വാസസ്ഥലത്തെ ഉൾക്കൊള്ളുന്നവളാകുന്നു. ധരുണീ അസി. അടുത്തത് എന്താണ്? ബൃഹച്ഛന്ദാഹ. അവിടെ ബൃഹച്ഛന്ദാഹ, ബൃഹത്തായ ചുവരുകളോട് കൂടിയുള്ള അവളാകുന്നു എന്നാണ് ഇവിടെ അർത്ഥം. ഛന്ദാഹ എന്നതിന് ഇവിടെ നേരത്തെ മുകളിൽ പറഞ്ഞ ആ അർത്ഥമല്ല ഇവിടെ എടുക്കേണ്ടത്. ഛാദനാദ് ഛന്ദഹ എന്ന് ഒരു ഡെഫിനിഷൻ അവിടെ ഉണ്ട്. അതായത് ഛന്ദസ് എന്നാൽ ആവരണം ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിൽ, ആവരണം ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ ഛാദനാദ് ഛന്ദ. അപ്പോൾ ഇവിടെ ബൃഹത്തായ ചുവരുകളോട് കൂടിയവളാണ് ഏത്? എൻ്റെ വീട്. വീടിനൊരു സ്ത്രീയായിട്ടാണ് കരുതുന്നത്. അതൊക്കെയാണ് അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗൃഹലക്ഷ്മി എന്നൊക്കെ നമ്മൾ പറയാൻ കാരണം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ബൃഹച്ഛന്ദ, ബൃഹത്തായ ചുവരുകളോടുകൂടിയതാണ്. ധരുണീ അസി, വിശാല വാസസ്ഥലത്തെ ഉൾക്കൊള്ളുന്നവളാകുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാചീന കാലത്ത് നമ്മുടെ വീടുകൾ വളരെ വിശാല വാസസ്ഥലമായിരുന്നു, ബൃഹത്തായ ചുവരോടുകളോട് കൂടിയവളായിരുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാം. പിന്നെ എന്താ അവിടെ പറയുന്നത്? പൂതിധാന്യാഹ. പൂതിധാന്യാഹ എന്നാണ് എന്താ? പൂതിധാന്യാഹ, പവിത്രമായ ധനധാന്യങ്ങളോട് കൂടിയവളാകുന്നു. ഒന്നുകൂടി പറയാ. പൂതിധാന്യാഹ, പവിത്രമായ ധനധാന്യങ്ങളോട് കൂടിയവളാകുന്നു. അത് വീട്ടിൽ ധനവും ധാന്യവും ഒക്കെ ധാരാളമായിട്ടുണ്ട്. അത് പവിത്രവുമാണ്. അതായത് ആരെയും കൊള്ളയടിച്ചു കൊണ്ടുവന്നതല്ല, എല്ലാവർക്കും കൊടുത്തതിൻ്റെ ശിഷ്ടമായി, യജ്ഞശിഷ്ടമായിട്ടുള്ളതാണ് പവിത്രമായ ധനം എന്ന് പറഞ്ഞാൽ. ആ പവിത്രമായ ധനധാന്യങ്ങളോടുകൂടി നിറഞ്ഞവളാകുന്നു എൻ്റെ വീട്. അത് അങ്ങനെ ആവണം എൻ്റെ വീട് എന്ന് വീടിനോട് പറയാം. ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? ഇക്കാലം വരെ നമ്മളിൽ എത്രയോ ആൾക്കാർ വീട്ടിൽ താമസിച്ചുവല്ലോ. ഇന്ന് വരെ വീടിനെ ഒരു എന്താ പറയുക, സജീവമായ ഒന്നായി കണ്ടുകൊണ്ട് വൈകാരിക തലത്തിൽ നമ്മൾ വീടിനെ സമീപിച്ചിട്ടുണ്ടോ? ഈ ചോദ്യമാണ്. അത് നമുക്ക് വിശദമായി പിന്നീട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. അതുകൊണ്ട് തന്നെയാണ് പലരുടെയും വീടുകളിൽ സന്തോഷത്തെ അനുഭവിക്കാൻ അവർക്ക് കഴിയാത്തത്. അപ്പോൾ ധനധാന്യങ്ങളോട് കൂടിയവളാകുന്നു. ത്വാ, നിന്നിൽ സായം, വൈകുന്നേരത്ത്, സായം സന്ധ്യ നേട്ടില്ലേ, വൈകുന്നേരത്ത്, വത്സഹ, കുട്ടികളും, കുമാരഹ, കുമാരന്മാരും, ധേനവഹ, പശുക്കളുമെല്ലാം. ഇത് വളരെ എളുപ്പമുള്ള അർത്ഥമാണല്ലോ. വത്സഹ, കുട്ടികൾ. നമ്മൾ കുട്ടികളെ വിളിക്കുക വത്സ എന്നല്ലേ വിളിക്കുക. കുട്ടി, മോനെ അല്ലെങ്കിൽ മോളെ എന്ന അർത്ഥത്തിൽ വത്സ
എന്ന് വിളിക്കാറുണ്ട് അല്ലേ? പിന്നെയോ കുമാരഹ, കുമാരന്മാർ, ചെറിയ കുട്ടികൾ കുമാരന്മാർ. പിന്നെയോ ധേനവ, പശുക്കളും ധേനവ. സ്പന്ദമാനഃ ആഗമേത്, സ്പന്ദമാനഃ ആഗമേത്, കിതപ്പോടെ ഓടി വന്നണയട്ടെ. കിതപ്പോടുകൂടി ഓടി വന്ന് അണയട്ടെ ഈ വീട്ടിലേക്ക്. ഇത് രസമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അത് നമ്മളെ വീടിനെ കുറിച്ചുള്ള നമ്മുടെ സ്വപ്നം അതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇനി നമ്മൾ ആ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം. ഓം ധരുണ്യസീ ശാലേ ബൃഹച്ഛന്ദാഃ പൂതിധാന്യ ആത്വാ വത്സോഗമേദ കുമാര ആദേനവ സായമാസ്പന്ദമാനാഃ. ശാലേ, അല്ലയോ ശാലേ, നീ ധരുണീ അസി, വിശാലമായ വാസസ്ഥലത്തെ ഉൾക്കൊള്ളുന്നവളാകണം. ബൃഹത്തായ ചുമര്, ബൃഹച്ഛന്ദാഃ, ബൃഹത്തായ ചുവരുകളോടുകൂടിയവളാകുന്നു. പിന്നെയോ അങ്ങനെ മാത്രമല്ല, വീട്ടിൽ പൂതിധാന്യാഹ, പവിത്രമായ ധനധാന്യങ്ങളോട് കൂടിയവളാകുന്നു. ത്വാ, നിന്നിൽ സായം, വൈകുന്നേരത്തുണ്ടല്ലോ, രാവിലെ എല്ലാവരും പഠിക്കാനും കുട്ടികളൊക്കെ പഠിക്കാൻ പോയി, അല്ലെങ്കിൽ കുട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയി, വൈകുന്നേരത്ത് സായങ്കാലത്ത് വത്സഹ, കുട്ടികളും, കുമാരഹ, കുമാരന്മാരും, ധേനവഹ, പശുക്കളുമെല്ലാം, സ്പന്ദമാനഹ ആഗമേത്, കിതപ്പോടെ വന്നണയട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ വീടിൻ്റെ ഒരു സംഗതി അങ്ങ് വിഷ്വലൈസ് ചെയ്യാൻ. ആർക്കെങ്കിലും വീടില്ലെങ്കിൽ ഈ മന്ത്രം ചൊല്ലുകയും ഈ മന്ത്രത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് വിശാലമായി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ സ്വപ്നങ്ങൾ സഫലീകൃതമാകുന്ന രീതിയിൽ, യാഥാർത്ഥ്യമാകുന്ന രീതിയിലുള്ള ഒരു റിയാലിറ്റിയിലേക്ക് നിങ്ങളെ അത് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയുള്ള നമ്മൾ സ്വപ്നം കാണുന്നത്. എല്ലാവർക്കും ഒരു സ്വപ്നമുണ്ട്, വീട് വേണം എന്നുള്ളത് അല്ലേ? അപ്പോൾ ആ സ്വപ്നം അങ്ങനെയാണ് ഒരാൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു വീട് നിങ്ങൾക്കുണ്ടാവട്ടെ. വീടുള്ളവരുടെ വീട് ഗൃഹലക്ഷ്മി ആകട്ടെ. ആ വീട് നിങ്ങൾക്ക് ഈ പറഞ്ഞതെല്ലാം നൽകുമാറാകട്ടെ. തീർച്ചയായും മറന്നു പോകരുത്, ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ഇടണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവരോടും ഇത് ചെയ്യാൻ പറയണം. വീടില്ലാത്തവർക്കും വീട് വെച്ചിട്ട് വാസ്തു പ്രശ്നമുണ്ട് എന്ന് പറയുന്നവർക്കും ഒക്കെ ഇത് അയച്ചു കൊടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് കൂടുതൽ പഠിക്കാൻ എൻ്റെ ഇമെയിലിൽ വരാം, എൻ്റെ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങൾക്ക് എന്നോട് ഒരുപക്ഷെ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കും, ചിലപ്പോൾ എൻ്റെ ടീമിൽ ആരെങ്കിലും ആയിരിക്കും. ഏതായാലും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹൃദയ നമസ്കാരം.